ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് എല്ലാവരുടെ നാട്ടിലും മഴയെല്ലാം ഉണ്ടോ? നമ്മുടെ അടുത്ത് ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റെഡിയായി ഇരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണെന്ന്. ഒന്ന് തളിപ്പുറമ്പ് വരെ പോകണം കേട്ടോ. പിന്നെ കുറേ ആയി വീഡിയോസ് ഒന്നും എടുക്കാത്ത എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ പിന്നെ എൻ്റെ ചേച്ചി പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അത് എപ്പോഴായിരുന്നു? കഴിഞ്ഞ മാസം 18-ന്. ഇതിപ്പം ഈ മാസം 9-ാം തീയതി, ആഗസ്റ്റ് 9-ന് എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ. ലാസ്റ്റ് വീഡിയോ ഞാൻ എടുത്തത് ജൂലൈ 18-നാണ് ചേച്ചി പോകുന്നത്. പക്ഷെ ആ വീഡിയോ ഞാൻ ഈ സമയം വരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല, വൈകാണ്ട് പോസ്റ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണ് പൊട്ടിപ്പോയി. ഞാനൊന്ന് വഴുതിയിട്ട് വീണിട്ട് എൻ്റെ ഫോൺ അടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ ഫോണായിരുന്നു, ലോണൊന്നും തീർന്നതേ ഉണ്ടായിട്ടില്ല, 5 മാസമായിട്ട് വാങ്ങിയിട്ട്. ഫുള്ള് ഡിസ്പ്ലേ അടക്കം പൊട്ടിപ്പോയി. പിന്നെ നല്ല പണി കിട്ടി കേട്ടോ. അപ്പോൾ LED-ൻ്റെ ഫോണായിരുന്നു. ഇപ്പോൾ തൽക്കാലം അത് മാറ്റിയിട്ട് LCD-ൻ്റെ ഡിസ്പ്ലേയിലിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടില്ലേ. പക്ഷേ എന്തോ ഒരു ഭയങ്കര വിഷമം കേട്ടോ. അത്രയും ആഗ്രഹിച്ച് വാങ്ങിയ ഫോണ് പൊട്ടിപ്പോയാലും ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഇപ്പോൾ ആ ഒരു ഡിസ്പ്ലേ മാറിയതുകൊണ്ട് തന്നെ വലിയൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഫോൺ കാണുമ്പോൾ തന്നെ സങ്കടം വരും. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നുണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയ ഫോണായിരുന്നു, കുറച്ച് ക്ലാരിറ്റിയിലെ ഫോൺ വേണം എനിക്ക് വീഡിയോ എടുക്കാൻ എന്നെല്ലാം. അപ്പോൾ അതെന്തായാലും അങ്ങനെയായി. പിന്നെ തൽക്കാലം ഇതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ എന്തായാലും അത് പോട്ടെ. അങ്ങനെ തൽക്കാലം ഇപ്പോൾ ഫോണെല്ലാം ശരിയാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏച്ചി പോയിട്ട് ഇപ്പം ആദ്യത്തെ 2 ദിവസം വിഷമമുണ്ടായിന്. പിന്നെ ഇപ്പം അങ്ങനെ പതുക്കെ സെറ്റായി വരുന്നത്. ഇപ്പോൾ ആൾ ഹാപ്പിയാണ് കേട്ടോ. അവിടെ പോയ സ്ഥലത്തെ ആൾക്കാരായാലും നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് ഓള് ഫുള്ള് ഹാപ്പിയാണ്. പിന്നെ എനിക്കൊന്ന് നാളെ ഞാൻ ഇനി പയ്യന്നൂർ പോവും. വീട്ടിൽ പയ്യൻകുറ്റിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് പോവും ഞാൻ ഞായറാഴ്ച. പിന്നെ ഇന്ന് നമ്മളെ ഇതൂട്ടിനെ സർത്തൂട്ടിനെല്ലാം വരുന്നുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഞാൻ വൈകുന്നേരം വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോകുന്നത് എന്താണ്, നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ്. ആരാന്ന് വെച്ചാൽ നമ്മൾ ചിഞ്ചേച്ചിനെ കാണാൻ പോവുകയാണ് കേട്ടോ. നമ്മളെന്ന് പറയുന്നത് ഞാനും സൂര്യയാണ്. കസിനെ അറിയാമല്ലോ എല്ലാവർക്കും. വീഡിയോ നമ്മൾ മലപ്പുറത്ത് പോകുന്ന വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ സൂര്യ വന്നിട്ട് കുറച്ച് നാളായി. ചിഞ്ചേച്ചി പിന്നെ മലപ്പുറത്താണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിഞ്ചേച്ചിക്ക് ലീവ് കിട്ടുമ്പോൾ മാത്രമല്ലേ നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ആഴ്ചക്ക് വരലുണ്ട്. അപ്പോൾ സൂര്യ ഇല്ല സമയത്താണ് നമ്മൾ എല്ലാവരും കൂടെ കാണൽ. പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ബിസ്മി ഇപ്പം പുറത്ത് പോയി, ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്താണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 ആളും ഇന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചിഞ്ചേച്ചി തളിപ്പറമ്പിലേക്ക് വരും, നമ്മൾ നേരെ ഇടുന്ന തളിപ്പറമ്പിലേക്ക് പോകും. ചിഞ്ചേച്ചിനെ കണ്ട് കുറച്ച് സമയം നമ്മളങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഞാൻ റെഡിയായി ഇരിക്കുവാണ്. പിന്നെ സൂര്യ വിളിക്കും. അപ്പോൾ സൂര്യയുടെ മഹേഷേട്ടൻ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഹേഷേട്ടൻ്റെ പരം വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ടാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലാണ്. പിന്നെ നന്ദു ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. ദേവൂട്ടി അപ്പുറത്ത് കടത്തിമ്മേൻ്റെ അടുത്തും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പറ്റുന്ന വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ പോയ വിശേഷങ്ങൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ ഞാനിതാ റെഡിയായിട്ട് ഇറങ്ങാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലാരുമില്ല, വേഗം വാതിലെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കുവാണ് കേട്ടോ. പൃഥ്വിയേട്ടൻ പണിക്ക് പോയിന്. പിന്നെ നന്ദു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡ്രോയിങ് ക്ലാസ്സിനും ദേവൂട്ടിന് അപ്പുറത്തും ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ ഇതു സാർത്തു വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ ദേവൂട്ടി. അങ്ങനെ എന്തായാലും ഞാനിതെല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് വാതിലും പൂട്ടിയിട്ട് ഇറങ്ങുവാണേ. ഏകദേശം ഒരു ഉച്ച 1 മണി 1:30 സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചിഞ്ചു ചേച്ചി രാവിലെയാണ് മലപ്പുറത്ത് നിന്ന് എത്തിയത്. അപ്പോൾ എന്നിട്ട് വേണ്ടേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്കത്തെ ബസ്സിന് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിതാ തളിപ്പറമ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഞാൻ പൂട്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് താക്കോൽ കൊണ്ട് കൊടുക്കാൻ പോകാൻ കേട്ടോ. ചിലപ്പോൾ ഞാൻ വരുന്നതിലിടക്ക് പൃഥ്വിയേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വാതിൽ തുറക്കണ്ടേ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ദേവുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചില സമയത്ത് ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ചിലപ്പം കരയിലുണ്ട്. പക്ഷേ ഇതും സാർത്തും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ദേവുട്ടിക്ക്. അപ്പോൾ അമ്മ എന്തോ നാരങ്ങക്കറി വെക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ മുറിച്ചിടുന്നുണ്ടായിന് കേട്ടോ. നമ്മൾ മാതള നാരങ്ങ എന്ന് പറയുന്നതിന് ഇപ്രാവശ്യം എനക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് ഈ നാരങ്ങ. അപ്പോൾ എപ്പെങ്കിലും ഞാൻ പറ്റുമെങ്കിൽ കറി വെക്കുന്ന വീഡിയോ ചെയ്യുക. മുമ്പ് ഇളയമ്മ നാരങ്ങക്കറി വെക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തളിപ്പറമ്പിലെത്തി. അതിൻ്റെ ഇടയിൽ ഇല്ലതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ 3 ആളും കൂടെ നേരെ നമ്മളെ എവിടെ പോയത്, കഫേ കുൽഫിയിൽ പോയിട്ടുണ്ട് കേട്ടോ. തളിപ്പറമ്പ് ടൗണിൽ കഫേ കുൽഫിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റായി ഇരിക്കുന്നതാണ്. അന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് ലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിത് ആ സ്ഥലം മാറിയിട്ട് നല്ല ലൈറ്റുള്ള സ്ഥലത്തിരുന്നിട്ടുണ്ട്. അതായത് മെയിൻ റോഡിൻ്റെ നാഷണൽ ഹൈവേൻ്റെ ആ ഒരു ഭാഗത്തിട്ട് ആ സൈഡിലാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത്.
അങ്ങനെ പിന്നെ നമുക്കവർ മെനു കാർഡെല്ലാം കൊണ്ടു തന്നു. പിന്നെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് കഴിക്കണം എന്നിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മഹേഷേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് മഹേഷേട്ടൻ ആദ്യം വരുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, പിന്നെ നമ്മൾ പറഞ്ഞു വണ്ടി കൊണ്ടുവച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് മഹേഷേട്ടൻ വണ്ടി അങ്ങ് പാർക്കിങ്ങിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചിങ്ങോട്ട് നടന്ന് വരണം. അപ്പോൾ ഇത് അങ്ങ് ദൂരത്തുനിന്നൊരു വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് നടന്ന് വരുന്നുണ്ട്, അതാണ് കേട്ടോ മഹേഷേട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്തെടുത്തതാണ് അങ്ങനെ നടന്ന് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മറന്നുപോയില്ല, ടെൻഡർ കോക്കനട്ട് ഷേക്കും പിന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലപ്പാ, എന്തായിരുന്നു, ഫ്രഞ്ച് ലോഡഡ് ഫ്രൈസാ, അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ആ സംഭവം, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ചിഞ്ചേച്ചി ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇവിടുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ. അപ്പം നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യാണ്. അപ്പോഴത്തേക്ക് ഇതാ മഹേഷേട്ടനും എത്തിയിട്ട് മഹേഷേട്ടൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാനേ. അപ്പോഴത്തേക്ക് നമ്മളെ ഐറ്റം വന്നിട്ടുണ്ട്. എന്താണ് ഫ്രഞ്ച് ലോഡഡ് ഫ്രൈസ്, അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു പറയുക, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ മഹേഷേട്ടൻ എന്തോ റോളാ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെയും ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടാകുമ്പം പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് വിശേഷങ്ങളെല്ലാം പറഞ്ഞു, എല്ലാവരുടെ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ആ സംഭവം നമ്മൾ തിന്ന് തീർത്തിട്ടുണ്ട്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല. ചിഞ്ചേച്ചിയും പറഞ്ഞു ഇതല്ല ഇതിൻ്റെ ടേസ്റ്റ്, പിന്നെ ചിഞ്ചേച്ചി കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല, അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമ്മളത് കഴിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഈ ബാലസംഘത്തിൻ്റെ യുദ്ധവിരുദ്ധ റാലി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് സമയം അവിടെ റോഡുമേൽ നിന്നു. പിന്നെ ചിഞ്ചേച്ചി നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. ഇനി ലീവിന് വരുമ്പം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യ പോകുന്നതിലിടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിഞ്ചേച്ചി ആഴ്ചയിൽ വരും, പക്ഷേ സൂര്യ ഇതേപോലെ സൗദിയിൽ വെക്കേഷനിലെ സമയത്തല്ലേ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അപ്പോൾ എല്ലാ വെക്കേഷനുമാണ് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടൽ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നേരം നമ്മൾ മലപ്പുറത്ത് പോയത്, പക്ഷേ 2 പ്രാവശ്യമായിട്ട് ഇപ്പം ബിസ്മീനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഞാനിതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട് മഴയേ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഇതാ ചെറുങ്ങനെ മഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആടെ ആരുമില്ല, അമ്മേൻ്റെ അടുത്തും ആരുമില്ല. അപ്പോൾ എല്ലാവരും ഇതാ ഇപ്പുറത്തെ ഏടത്തേമ്മേരുടെ അടുത്താണ് ഉണ്ടായിനെ. അപ്പോൾ ഞാൻ നല്ല ചൂട് കടല വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിന്. മുട്ടായി ഒന്നും പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് അങ്ങനെ അധികം മുട്ടായി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടായി വാങ്ങിയിട്ടില്ല. ഞാൻ നല്ല ചൂട് നിലക്കടല വാങ്ങിയിട്ടാണ് വന്നിന്. അപ്പോൾ ഇവരടിയാവുന്നത് ഉടനെ ഞാൻ എല്ലാവർക്കും ഓരോ പാക്കറ്റ് വെച്ചിട്ട് തന്നെ വാങ്ങിയേനെ. അപ്പോൾ ഇതാ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് കേട്ടോ പിള്ളേർ. അങ്ങനെ എല്ലാവരും കൂടെ കടലയെല്ലാം തിന്ന് കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് പിള്ളേരോട് ഇതുവിനും സർത്തുവിനും കുറേ ദിവസത്തിന് ശേഷം കണ്ടതല്ലേ, അങ്ങനെ അവരോടെല്ലാം വർത്താനം പറഞ്ഞിരുന്ന് ഹാപ്പി ആയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. പിള്ളേരെ കൂടി ഇരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് പിന്നെ നമ്മൾ സന്ധ്യ വരെ അതേ ഇരുത്തമങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കളിയും ചിരിയെല്ലാം കണ്ട് പിന്നെ സന്ധ്യ ആയാലും ഇപ്പുറത്തേക്ക് വന്നു, വീട്ടിലേക്ക് വന്നു, പിള്ളേരും എല്ലാവരും വന്ന് പിന്നെ അവർ ഭയങ്കര കളിയായി. അവർ 3 ആളും കൂടെ, കുഞ്ഞിക്കുട്ടികൾ 3 ആളും കൂടെ കളിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അത് കണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോവുക കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.